ഏതാവാ? FNA corneal percutaneous. പഠിക്കണോ? ആ മാം. പഠിച്ചു. മാം ഒരു ഡൗട്ടേ, ഈ ബയോപ്സിയിൽ ഒന്നും ഒരു കണക്ഷൻ കിട്ടുന്നില്ല. FNA കോബയോപ്സി പെർക്യൂട്ടീനിയസ് ഇതിലെപ്പെടാ ചെറിയ 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 പോയിന്റ്സ് ഉണ്ട്, അതൊന്ന് നോക്കിയിരുന്നാൽ മതി. FNA ബയോപ്സി എന്ന് പറയുമ്പോൾ ഫൈൻ നീഡിൽ ആസ്പിറേഷൻ ബയോപ്സി ആണ്. ഫൈൻ നീഡിൽ എന്ന് വെച്ചാൽ അറിയാലോ, നമുക്ക് ഫൈൻ അതായത് തിന്നായിട്ടുള്ള ആലോ നീഡിൽസ് വെച്ചിട്ടായിരിക്കും നമ്മൾ സാമ്പിൾ കളക്ഷൻ എടുക്കുന്നത്. ആൻഡ് സാമ്പിൾ കളക്ഷൻ എന്ന് പറയുന്നത് സെൽ സാമ്പിൾ കളക്ഷൻ ആയിരിക്കും നമ്മൾക്ക് FNA എടുക്കുന്നുണ്ടാവുക. പിന്നെ കോബയോപ്സി നമ്മൾ സാധാരണ എടുക്കുന്ന ബയോപ്സിയാണ്. സാധാരണ ബയോപ്സി എന്തെടുക്കുന്നത്, നമ്മളെ പീസ് ഓഫ് ടിഷ്യൂ കളക്ടർ ഫോർ ഹിസ്റ്റോപതോളജിക്കൽ എക്സാമിനേഷൻ, അതായത് ടിഷ്യൂസസ് ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മൾ കോബയോപ്സിയിൽ എടുക്കുന്നത്. പെർക്യൂട്ടീനിയസ് വരികയാണെന്നുണ്ടെങ്കിൽ ത്രൂ ദ സ്കിന്നിലൂടെ ആയിരിക്കും നമ്മൾക്ക് എടുക്കുന്നത്, ബയോപ്സി എടുക്കുന്നുണ്ടായിരിക്കാം. അപ്പം ഇത് മൂന്ന് ചോദിക്കുമ്പോഴും കറക്റ്റ് ആയിട്ട് നോക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് വേഗം ആൻസർ എടുക്കാം. ക്വസ്റ്റ്യനിൽ FNA തന്നെ തന്നിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്താൽ മതി, നമ്മൾ FNA ബയോപ്സി എടുത്താൽ മതി. പെർക്യൂട്ടീനിയസ് എന്ന് തരികയോ ഡയറക്ട്ലി തരികയോ ഇല്ലെങ്കിൽ ത്രൂ ദ സ്കിൻ തന്നെ വേർഡ് തരും, അങ്ങനെയാണെങ്കിൽ മാത്രം പെർക്യൂട്ടീനിയസ് എടുത്താൽ മതി. ഇത് രണ്ടും തന്നില്ലെങ്കിൽ സാധാരണയായിട്ടുള്ള കോബയോപ്സി എടുക്കാം. ഓക്കെ മാം, താങ്ക് യു മാം. ഇപ്പൊ ക്ലിയർ ആയി. ഓക്കെ മാം. ഓക്കെ.